ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും. കരുണയോടെ ഞങ്ങൾ അളവറ്റ് സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, മനോഹരമായ ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ തൃപ്പാദത്തിങ്കിൽ ഇരുന്ന് അങ്ങയുടെ വചനത്തിൽ നിന്ന് പഠിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം. കർത്താവേ, അങ്ങയുടെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും അടിയങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന പാഠഭാഗങ്ങളെ തിരുമുമ്പാകെ വയ്ക്കുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. വളരെ മനോഹരമായ ദിവസം നമ്മൾ വീണ്ടും പഠനത്തിനായിട്ട് ഒത്തുചേർന്നിരിക്കുകയാണ്, അല്ലേ? നിങ്ങൾക്ക് കഥ കേൾക്കുന്നത് വളരെ ഇഷ്ടമാണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ മനോഹരമായ ഒരു പാഠം പഠിച്ചു, അല്ലേ? ഒരു കഥ പഠിച്ചു. എന്ത് രസമല്ലേ കഥ കേൾക്കുന്നതൊക്കെ. ഇന്ന് നമ്മള് മറ്റൊരു അറബി കഥ പഠിക്കാൻ പോവാ. ഒരു അറബി കഥയുണ്ട്, വളരെ ചെറിയൊരു കഥയാണ്, നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കഥയാണ്. ഈ അറബി കഥയില് ഒരു ഈശ്വര വിശ്വാസിയും ഒരു നിരീശ്വര വിശ്വാസിയും ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴ് നിരീശ്വരവാദി ഈശ്വര വിശ്വാസിയോട് ചോദിച്ചു, അല്ലയോ സുഹൃത്തെ, ദൈവം ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ വളരെ വലിയ ദൈവവിശ്വാസിയാണല്ലോ, ദൈവമുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. ഉടനെ ഈശ്വര വിശ്വാസിയായിരുന്ന മനുഷ്യൻ തന്റെ സ്നേഹിതനോട് ഇങ്ങനൊരു മറുചോദ്യം ചോദിച്ചു. താങ്കളുടെ വീട്ടുമുറ്റത്തുകൂടെ രാത്രികാലത്ത് ഒരു ഒട്ടകമോ മറ്റേതെങ്കിലും ഒരു ജീവിയോ കടന്നുപോയാൽ താങ്കൾ എങ്ങനെ അത് അറിയുമെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ഇങ്ങനെ മൗനം ഭജിച്ച് നിൽക്കുമ്പോൾ ഈശ്വരവിശ്വാസിയായ സുഹൃത്ത് തുടർന്ന് അദ്ദേഹത്തോട് പറയുകയാണ്, അറിയാം നമുക്ക്, അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ നമ്മളുടെ വീടിന്റെ മണൽപ്പരപ്പിലൂടെ ഒരു ഒട്ടകമോ മറ്റേതെങ്കിലും ഒരു ജീവിയോ കടന്നു പോയിട്ടുണ്ടെങ്കിൽ സുഹൃത്തെ, തീർച്ചയായും അവയുടെ പാദമുദ്രകൾ ആ മണൽപ്പരപ്പിൽ പതിഞ്ഞിട്ടുണ്ടാകും. നിരീശ്വര വിശ്വാസിക്ക് വളരെ സന്തോഷമായി തന്റെ സുഹൃത്ത് ഇത്രയും മനോഹരമായിട്ട് ഒരു നല്ല ബുദ്ധി ഉപദേശിച്ചു തന്നതില്. അവയുടെ പാദമുദ്രകൾ നോക്കി തലേ രാത്രിയിൽ കടന്നുപോയ ആ മൃഗത്തെയോ ഒട്ടകത്തെയോ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ പാദമുദ്രകൾ ഈ ലോകത്ത് അവശേഷിപ്പിച്ചിട്ടുള്ള അനേകം ആളുകളുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തിലും മനുഷ്യന്റെ ജീവിത ചരിത്രത്തിലും വ്യക്തമായ പാദമുദ്രകൾ, വ്യക്തിമുദ്രകൾ പതിപ്പിച്ചിട്ടുള്ള അനേകം വിശിഷ്ട വ്യക്തികളെ കുറിച്ച് നമുക്കറിയാം, അല്ലേ? ലോക ചരിത്രത്തിലും മനുഷ്യ ജീവിതത്തിലും നമുക്ക് മുമ്പേ നടന്നുപോയ അനേകം വ്യക്തിത്വങ്ങൾ, അവർ അവശേഷിപ്പിക്കുന്ന പാദമുദ്രകൾ, വ്യക്തിമുദ്രകൾ, അവയെ നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാർക്ക് പറയാമോ, ലോകത്തിൽ അങ്ങനെ നമ്മെ ഏറെ സ്പർശിക്കുന്ന, നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന, ലോകത്തിന്റെ കണ്ണിൽ ഉത്തമ മാതൃകളായിട്ട് തീർന്ന ചില വിശിഷ്ട വ്യക്തികളുടെ പേര് പറയാമോ നിങ്ങൾക്ക്? ആരാണ്? ഒറിസൺ സ്വെറ്റ്, അമേരിക്കക്കാരനായ മഹാനായ ഒരു എഴുത്തുകാരനായിരുന്നു, അല്ലേ?
വേറെ ജോർജ് വാഷിംഗ്ടൺ. വെരി ഗുഡ്, ജോർജ് വാഷിംഗ്ടൺ. പിന്നെ എബ്രഹാം ലിങ്കൻ, അല്ലെ? അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. സർ ഐസക് ന്യൂട്ടൻ, കേട്ടു. വേറെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി, അല്ലേ? വിദേശാധിപത്യത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ച സഹനജീവിതത്തിന്റെ മാതൃകയായി തീർന്ന മഹാത്മാഗാന്ധി, അല്ലേ? പിന്നെ സ്വാമി വിവേകാനന്ദൻ, അല്ലേ? മദർ തെരേസ, വെരി ഗുഡ്. വേറെ ഡോക്ടർ APJ അബ്ദുൾ കലാം, ഭാരതത്തിന്റെ രാഷ്ട്രപതിയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഡോക്ടർ APJ അബ്ദുൾ കലാം, അല്ലേ? ഇങ്ങനെ എത്രയോ എത്രയോ വിശിഷ്ട വ്യക്തികളെ നമ്മൾ അറിയാം. അവരൊക്കെ ജീവിതത്തിൽ നമുക്ക് സമ്മാനിച്ച മഹത്തായ ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ വ്യക്തിത്വത്തോട് നമുക്ക് ആദരവ് തോന്നുക, അല്ലേ? അങ്ങനെ അവർ തന്ന ആ വലിയ ഭാഗ്യമുദ്രകളിലൂടെയുള്ള നമ്മുടെ അന്വേഷണമാണ് നമ്മെ ചരിത്രത്തിലേക്ക് എത്തിക്കുന്നത്, അല്ലേ? അപ്പോൾ ചരിത്രത്തിലും ജീവിതത്തിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളിലൂടെയും ചരിത്ര സംഭവങ്ങളിലൂടെയും കഴിഞ്ഞ കാലങ്ങളിലേക്കുള്ള നമ്മുടെ ഒരു എത്തിനോട്ടമാണ് ചരിത്രം, അല്ലേ? കഴിഞ്ഞ കാലത്തെ നിശബ്ദതയ്ക്ക് ആധുനിക കാലത്തിൽ, വർത്തമാന കാലത്തിൽ വ്യക്തമായ രേഖകളുടെയും പഠനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പശ്ചാത്തലത്തിൽ അവയ്ക്ക് നാവും ശബ്ദവും നൽകുന്നതാണ് നമ്മുടെ ചരിത്രം, അല്ലേ? കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമല്ല ചരിത്രം പഠിക്കുന്നത്? അങ്ങനെ ലോക ചരിത്രം വളരെ വിശാലമായ വിസ്തൃതമായ ഒരു വലിയ മേഖലയാണ്. നമ്മൾ ഇന്ന് സഭാചരിത്രത്തിലേക്കാണ് കടന്നു വന്ന് ചിന്തിക്കുക. സഭാചരിത്രം, സഭയുടെ ചരിത്രം, അല്ലേ? നമുക്കറിയാൻ വളരെ താല്പര്യമുള്ള ഒന്നാണ്. കൂട്ടുകാരെ, അച്ഛനൊന്ന് ചോദിക്കട്ടെ, എന്തിനാ നമ്മൾ സഭാചരിത്രം പഠിക്കുന്നത്? ചില കൂട്ടുകാർ ചോദിക്കാറുണ്ട്, എന്തിനാ നമ്മൾ സഭാചരിത്രം പഠിക്കുന്നത്? സഭാചരിത്രം പഠിക്കുന്നതിന്റെ ആവശ്യം എന്താ? എന്തിനാ നമ്മൾ സഭാചരിത്രം പഠിക്കുന്നത്? കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മുടെ വിശ്വാസ പൈതൃകങ്ങളിൽ, നമ്മുടെ ആരാധന വിഷയങ്ങളിൽ, നമ്മുടെ മൂല്യബോധത്തിലൊക്കെയും വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രേഷ്ഠരായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് തിരിച്ചറിയാനും സഭ കടന്നുപോകുന്ന ചരിത്ര വഴികളെക്കുറിച്ച് വ്യക്തമായി ഗ്രഹിക്കുവാനും പഠിക്കുവാനും സഭയുടെ പഴയകാല ജീവിത വഴികളെ തിരിച്ചറിഞ്ഞ് പൂർവ്വപിതാക്കന്മാർ നമുക്ക് കൈമാറി തന്ന വിശ്വാസത്തിന്റെ നല്ല വെള്ളിവെളിച്ചത്തിൽ ആ നിർമ്മലമായ ഭക്തിമാർഗത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് അത് സഹായകരമായിട്ട് തീരും. അങ്ങനെ സുറിയാനി സഭയുടെ ചരിത്രം ഇന്ന് ലോകത്തിൽ ഒരുപാട് ആളുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. സൺഡേ സ്കൂളിൽ നമ്മളും ഈ സുറിയാനി സഭയുടെ ചരിത്രം പഠിക്കുന്നുണ്ട്. ഈ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഓർമ്മ കടന്നു വരുന്നുണ്ടോ? വെരി ഗുഡ്. പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്നറിയപ്പെടുന്ന മോർ അപ്രേം, അല്ലേ? മഹാനായ ഒരു സാഹിത്യകാരനായിരുന്നു. എത്രയെത്ര സംഗീതമാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തി രചിച്ചിട്ടുള്ളതല്ലേ? അപ്രേം നല്ലൊരു പാട്ടുകാരനായിരുന്നു. സാഹിത്യ സൃഷ്ടികൾ സഭയ്ക്ക് വേണ്ടി സംഭാവന ചെയ്ത മഹത്തായ ഒരു വ്യക്തിത്വമാണ്, അല്ലേ? അതുപോലെ വേറെ അന്ത്യോക്യായുടെ മോർ ഇഗ്നാത്തിയോസ്, വളരെ ശക്തനായ
വിശ്വാസധീരനായ ഒരു പിതാവായിരുന്നു അല്ലേ. വേറെ മാർ എബ്രായ എന്ന് പറയുന്ന സഭയുടെ പിതാവ്, സഭയ്ക്ക് ഹൂദായ കാനോൻ സമ്മാനിച്ചത് ആ പിതാവാണ്. അങ്ങനെ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ എത്ര വ്യക്തിത്വങ്ങളെ നമ്മൾ പരിചയപ്പെടുക. നമ്മൾ അവരെ പഠിക്കുന്നത് എങ്ങനെയാണ് സഭയുടെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനായിട്ട് അവർ അവരെ തന്നെ സമർപ്പിച്ചതെന്ന് തിരിച്ചറിയുന്നതിനും ആ സഭയുടെ മഹത്തായ പാരമ്പര്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയാണ്. അപ്പൊ നമ്മൾ സഭാചരിത്രം പഠിക്കുന്നത് എന്തിനാണ്? നമ്മുടെ സഭയുടെ കഴിഞ്ഞകാല വിശ്വാസ പൈതൃകങ്ങളെ, വിശ്വാസ പശ്ചാത്തലങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കി ആ സത്യവിശ്വാസത്തിന്റെ കലർപ്പില്ലാത്ത പവിത്രതയിലൂടെ കടന്നു പോകുവാൻ നമുക്കത് സഹായകരമായിട്ട് തീരും. അപ്പൊ ഞാനും നിങ്ങളൊക്കെ സഭയുടെ ചരിത്രം പഠിക്കേണ്ടവരാ. നമ്മൾ സഭയുടെ ചരിത്രം പഠിച്ചാൽ മാത്രമേ സഭ എങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന കാലഘട്ടത്തിലേക്ക് കടന്നു വന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ സഭാചരിത്രം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം ആഗമാന സുറിയാനി സഭ എന്നുള്ളതാണ്. സഭാചരിത്രത്തിൽ നമ്മളുടെ ആദ്യ പാഠത്ത് നമ്മൾ കണ്ടത് പൊതുസുന്നതോസുകളെ കുറിച്ചാണ് അല്ലേ. രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ആഗമാന സുറിയാനി സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുക. എന്താ ആഗമാന സുറിയാനി സഭ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? കൂട്ടുകാർക്ക് പറയാമോ? യൂണിവേഴ്സൽ സിറിയൻ ചർച്ച് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന സുറിയാനി സഭ അല്ലേ. ഈ സഭയുടെ സ്ഥാപകൻ ആരാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ അധ്യാപകരൊക്കെ നമ്മെ ചെറിയ ക്ലാസ്സുകളിൽ പോലും വളരെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് സഭയുടെ സ്ഥാപകൻ? നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവാണ് പരിശുദ്ധ സഭയുടെ സ്ഥാപകൻ അല്ലേ. അപ്പൊ സുറിയാനി സഭയുടെ മഹത്തായ പാരമ്പര്യത്തിൽ കർത്താവിന്റെ അനുഗ്രഹീതമായ ഒരു ഭരമേൽപ്പിക്കൽ ഈ സഭയിൽ നമുക്ക് തെളിഞ്ഞു കാണാനായിട്ട് സാധിക്കും. AD 37 പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ, നമ്മുടെ കർത്താവിന്റെ ശ്ലീഹന്മാരിൽ തലവനായിരുന്ന പത്രോസ് ശ്ലീഹ അന്ത്യോക്യയിൽ സിംഹാസനം സ്ഥാപിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അന്ത്യോക്യയിൽ സിംഹാസനം സ്ഥാപിച്ചത് ആരാണ്? അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹ AD 37. എന്താ ഈ സിംഹാസനം എന്ന് പറയുന്നത്? നിങ്ങൾ ആധുനിക ലോകത്ത് ഒത്തിരി കേൾക്കുന്ന ഒരു വാക്കാണ് ഈ സിംഹാസനം. അത് പഴയ കാലത്ത് മുതല് ഇന്നുവരെയും ഈ സിംഹാസനം എന്നുള്ള പദം ഒരുപാട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാ നമ്മുടെ ചില ആളുകളൊക്കെ പറയുന്നത് സിംഹാസനം, ഹോളി ത്രോൺ എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു അധികാര കസേരയാണെന്ന്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? സിംഹാസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം എന്നാണെന്നല്ലേ അല്ലേ? അതൊരു അധികാര കേന്ദ്രമാണോ? ഒരർത്ഥത്തിൽ അത് അധികാര കേന്ദ്രമാണ്. എന്നാൽ സിംഹാസനം എന്ന് പറഞ്ഞാൽ കേവലം ഒരു കസേരയല്ല, ഒരു ഇരിപ്പിടമല്ല ഉദ്ദേശിക്കുക. മറിച്ച് അത് അനുഗ്രഹത്തിന്റെ ഒരു ഇരിപ്പിടമാണ്. എങ്ങനെയുള്ള ഇരിപ്പിടം? കർത്താവായ യേശുക്രിസ്തു പത്രോസിന്റെ വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിച്ച അനുഗ്രഹീതമായ ഒരു ഇരിപ്പിടമാണ് പത്രോസിന്റെ ശ്ലൈഹ്യ സിംഹാസനം എന്ന് നമ്മൾ പറയുന്നത്. കാരണം ആ വിശ്വാസ പൈതൃകത്തിലാണ് അത് സ്ഥാപിക്കപ്പെട്ടതെന്ന് തന്നെ. ഈ സിംഹാസനം എന്ന വാക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. കൂട്ടുകാർക്കറിയാമോ എന്തൊക്കെയാണെന്ന്? നിങ്ങളൊന്ന് പറയാമോ? എന്താ ഈ സിംഹാസനം? ഹോളി ത്രോൺ. വാട്ട് ഈസ് ഹോളി ത്രോൺ? എന്തൊക്കെയാണ് ആ സിംഹാസനത്തിൽ വരുന്ന കാര്യങ്ങൾ എന്നറിയാമോ? ഒന്ന്, സത്യവിശ്വാസത്തിന്റെ പൈതൃകം, അതിന്റെ ഭാഗ്യമുദ്രയാണ് ഈ സിംഹാസനം എന്ന് പറയുന്നത്. ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവര്
പത്രോസിന്റെ ശ്ലൈഹികമായ സിംഹാസനം തങ്കം കൊണ്ട് ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടാവില്ലേ? അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, തനതായ വിശ്വാസ പൈതൃകം. രണ്ടാമത്, നമ്മളുടെ വിശ്വാസ പാരമ്പര്യം, ട്രഡീഷൻസ്. മൂന്ന്, ഹോളി സ്ക്രിപ്ചേഴ്സ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിശുദ്ധ വേദപുസ്തകം, വേദഗ്രന്ഥം ഉൾപ്പെടെയുള്ള വിശുദ്ധ ലിഖിതങ്ങൾ. നാലാമത്, ഹോളി സേക്രമെന്റ്സ്, കൂദാശകൾ, വിശുദ്ധ കൂദാശകൾ അല്ലേ? അഞ്ച്, സഭയുടെ മഹത്തായ ആരാധനക്രമം. ആറ്, സഭയുടെ പൂർവ്വപിതാക്കന്മാരുടെ ദർശനങ്ങൾ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിംഹാസനത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അല്ലാതെ അത് കേവലം ഒരു ഇരിപ്പിടം മാത്രമല്ല. ഇത്രയേറെ ഘടകങ്ങളുടെ ആകെ തുകയാണ് ഹോളി ത്രോൺ, സിംഹാസനം എന്ന് നമ്മൾ പറയുക. അന്ത്യോക്യയുടെ കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിൽ വാണരുളുന്ന പാത്രീകീശന്മാരാണ് ഈ സഭയുടെ പരമമേലധ്യക്ഷന്മാരല്ലേ? അപ്പൊ ആഗമാന സുറിയാനി സഭയുടെ പരമമേലധ്യക്ഷൻ ആരാണ്? അന്ത്യോക്യൻ പാത്രീകീസ. മോറാൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻ പാത്രീകീസ് ബാവയാണ് ഇപ്പോഴത്തെ ആഗമാന സുറിയാനി സഭയുടെ പരമമേലധ്യക്ഷൻ അല്ലേ? ഈ സുറിയാനി സഭയ്ക്ക് എന്തെങ്കിലും സവിശേഷത ഉണ്ടോ? നമ്മൾ എന്തുകൊണ്ടാണ് ഈ ആഗമാന സുറിയാനി സഭയെ കുറിച്ച് ഇന്ന് പഠിക്കുന്നത്? കാരണം ആഗമാന സുറിയാനി സഭയ്ക്ക് ഒരുപാട് സവിശേഷ സ്വഭാവങ്ങളുണ്ട്. ചിലതൊക്കെ നിങ്ങൾക്കറിയാമല്ലേ? ചില കാര്യങ്ങൾ അച്ഛനൊന്ന് പറയാം. ഒന്ന്, ഈ സുറിയാനി സഭയുടെ ആദ്യത്തെ പാത്രികീസ്, പ്രഥമ പാത്രികീസ് എന്ന് പറയുന്നത് ആരായിരുന്നു അറിയാമോ? ശെമോൻ കീപ്പ, നമ്മുടെ കർത്താവിന്റെ അപ്പോസ്തോലന്മാരിൽ തലവനായിരുന്ന പരിശുദ്ധ പത്രോസ് ലീഹയായിരുന്നു ഈ സുറിയാനി സഭയുടെ ആദ്യത്തെ പാത്രികീസ് അല്ലേ? രണ്ടാമത്, ഇടയ ദൗത്യം നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തു ഏൽപ്പിച്ചത് ആരെയാണ്? അപ്പോസ്തലനായ പത്രോസ് ലീഹായിയാണല്ലേ? നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, പത്രോസിനെ വിളിച്ച് നീ പാറയാകുന്നു, നിന്റെ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറയുന്ന കർത്താവ്. അപ്പൊ പരിശുദ്ധ പത്രോസിന്റെ സത്യവിശ്വാസമാകുന്ന ഉറപ്പുള്ള പാറമേൽ സ്ഥാപിക്കപ്പെട്ടതാണ് സുറിയാനി സഭ. മനസ്സിലായോ? അപ്പൊ പ്രത്യേകമായി ഇടയ ദൗത്യം നമ്മുടെ കർത്താവ് ഏൽപ്പിച്ചത് പത്രോസിലൂടെ സഭയ്ക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഈ സുറിയാനി സഭയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാത്രികീസ്മാരായ യവദോസിയോസിനെയും ഇഗ്നാത്തിയോസിനെയും അന്ത്യോക്യയിൽ വെച്ച് വാഴിച്ചത് ഈ അപ്പോസ്തലനായ പത്രോസ് ലീഹയാണ്. സുറിയാനി സഭയുടെ പ്രഥമ പാത്രികീസ് ആയിരുന്ന പത്രോസ് ലീഹയാണ് യേവദോസിയോസിനെയും ഇഗ്നാത്തിയോസിനെയും പാത്രികീസന്മാരായിട്ട് വാഴിച്ചത്. വലിയൊരു കാര്യമില്ല അതൊക്കെ. അങ്ങനെ സുറിയാനി സഭയ്ക്ക് ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട് പറയാൻ. സഭയുടെ ആദ്യത്തെ ആസ്ഥാനം എവിടെയായിരുന്നു എന്നറിയാമോ? അന്ത്യോക്യയിലായിരുന്നു അല്ലേ? അന്ത്യോക്യ എന്നുള്ള വാക്ക് നിങ്ങൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോസ്തല പ്രവർത്തികൾ നിങ്ങൾ കാണുന്നുണ്ടല്ലേ? വെരി ഗുഡ്. അപ്പൊ എന്താണ് ഈ അന്ത്യോക്യയുടെ പ്രത്യേകത എന്നറിയാമോ? കൂട്ടുകാർക്ക് പറയാമോ? എന്താ അന്ത്യോക്യയുടെ പ്രത്യേകത? മശിഹായെ അനുഗമിച്ചവർക്ക് ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് പേര് വിളിക്കപ്പെട്ടത് അന്ത്യോക്യയിൽ വെച്ചാണ് അല്ലേ? അപ്പോസ്തല പ്രവർത്തികൾ 11-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ അനുഗമിച്ചവർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യമായി നൽകപ്പെട്ടത് അന്ത്യോക്യയിൽ വെച്ചാണ്. അപ്പൊ അന്ത്യോക്യ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിശ്വാസത്തിന്റെ ഈറ്റില്ലമാണ്. ക്രൈസ്തവന്റെ ഒരു ഭാഗ്യമുദ്രയാണത് അല്ലേ?
അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ്ലീഹായുടെ പ്രധാനപ്പെട്ട ഒരു കർമ്മരംഗമായിരുന്നു, പ്രേഷിത രംഗമായിരുന്നു അന്ത്യോക്യ, അല്ലെ? സഭയുടെ വികസനവും സഭയുടെ വിസ്തൃതിയുമൊക്കെ ബന്ധപ്പെട്ട് കർമ്മരംഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ അപ്പോസ്തലനായ പൗലോസ്ലീഹ തന്റെ മിഷണറി യാത്രയിൽ അന്ത്യോക്യയിൽ കടന്നു വരുന്നുണ്ട്. പരിശുദ്ധ സഭയുടെ 7ാമത്തെ പാത്രികീസായിരുന്ന തെയോഫിലോസ് വിശുദ്ധ ത്രിത്വം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ഹോളി ട്രിനിറ്റി, അല്ലേ? അതുപോലെ തന്നെ സഭ ഉപയോഗിക്കുന്ന മോർ യാക്കോബിന്റെ തക്സ, വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കില്ലേ? ആ തക്സയിൽ നമ്മൾ ആദ്യം കാണുന്നത് യാക്കോബിന്റെ തക്സയാണ്. ഈ യാക്കോബിന്റെ തക്സ നിലനിൽക്കുന്ന ലോകത്തിലെ ആരാധനാ ക്രമങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതാണ്, അല്ലെ? യാക്കോബിന്റെ തക്സ. ഈ സുറിയാനി സഭയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് കൂട്ടുകാരെ അറിയാമോ? അവിടെ ആരും പറഞ്ഞല്ലോ, സുറിയാനി, അല്ലെ? സിറിയക് ലാംഗ്വേജ്. സുറിയാനിയാണ് സുറിയാനി സഭയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗികമായിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. ഈ ഭാഷയുമായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ബന്ധപ്പെടുത്താനുണ്ടോ? സുറിയാനി ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പറഞ്ഞു, ആരോ പറഞ്ഞു, അല്ലേ? കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ച അരാമ്യ ഭാഷയുടെ ഒരു വകഭേദമാണ് സുറിയാനി ഭാഷ, അല്ലേ? ഷീത്തോ സുറിയാനിയിൽ നിന്നാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ, സുറിയാനി സഭയുടെ വിശുദ്ധ ബൈബിൾ തർജ്ജമ ചെയ്ത് നമ്മുടെ ഉപയോഗത്തിനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്, അല്ലേ? പിന്നെ വിശുദ്ധ സഭയുമായിട്ട് ബന്ധപ്പെട്ട് മർക്കോസിന്റെ മാളിക സഭയുടെ ഒരു പൈതൃക സ്വത്താണ്, സുറിയാനി സഭയുടെ. ഇന്നും വിശുദ്ധ നാട് സഞ്ചരിക്കുന്നവർക്കറിയാം, അത് സുറിയാനി സഭയുടെ ഒരു വലിയ സ്വത്താണ്. എന്താ ഈ മർക്കോസിന്റെ മാളികയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ? വേദപുസ്തകത്തിൽ പറയുന്നതാണ്. കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് മർക്കോസിന്റെ മാളികയിൽ വെച്ചാണല്ലേ? മർക്കോസിന്റെ മാളികയിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ ആവശ്യപ്പുണ്ടായതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോ ആ മർക്കോസിന്റെ മാളിക ഇന്ന് സുറിയാനി സഭയുടെ പൈതൃക സ്വത്താണ്. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നിക്കായിലും കുസ്തന്തീനോപോലിസിലും വെച്ചുണ്ടായ സുന്നോദോസിന്റെ നിശ്ചയപ്രകാരം, ആ കാനൂൻ പ്രകാരം പാത്രികീസിനാണ് അന്ത്യോക്യയിലെയും കിഴക്കൊക്കെയിലെയും ഉള്ള സത്യവിശ്വാസികളെ മേയിച്ചു ഭരിക്കാനുള്ള അധികാരം നൽകപ്പെട്ടത്. നിസാര കാര്യമാണ് അതൊക്കെ, അല്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാമോ? നമ്മുടെ സുറിയാനി സഭയുടെ പാത്രികീസായിരുന്ന മോർ ഒസ്താതേവോസ്, അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് കൂടിയ പൊതുസുന്നോദോസിന്റെ അധ്യക്ഷൻ. ആദ്യത്തെ പൊതുസുന്നോദോസ് നിക്കായിൽ വെച്ച് കൂടിയ പൊതുസുന്നോദോസിന്റെ അധ്യക്ഷനാരായിരുന്നു? ഈ സുറിയാനി സഭയുടെ പാത്രികീസായിരുന്ന മോർ ഒസ്താതേവോസ് ആയിരുന്നു. അതുപോലെ തന്നെ സുറിയാനി സഭയുടെ പാത്രികീസായിരുന്ന മോർ സേവേറിയോസ് ആണ് പരിശുദ്ധ കന്യാമറിയാം ദൈവമാതാവാണെന്ന് സംശയം കൂടാതെ എപ്പോഴും പ്രസംഗിച്ചത്, അല്ലെ? നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അത് ഓർക്കുന്നുണ്ട്. 5ാമത്തെ തുബ്ദേ നമ്മൾ വായിക്കുമ്പോ ഈ മോർ സേവേറിയസിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ട്, അല്ലേ? പരിശുദ്ധ കന്യാമർത്തമറിയാം ദൈവമാതാവാണെന്ന് ആദ്യമായിട്ട് പറയുന്നത് സഭയുടെ പിതാവായിരിക്കുന്ന സേവേറിയോസ് ആണ്, അല്ലേ? അദ്ദേഹം അത് പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഒരുപാട് പൈതൃകവും പാരമ്പര്യവും സുറിയാനി സഭയ്ക്കുണ്ട്. ഒരുപാട് പീഡനങ്ങളിലൂടെ നമ്മുടെ സഭ കടന്നുപോയിട്ടുണ്ട്. ഒട്ടേറെ രക്തസാക്ഷി നമ്മുടെ സഭയ്ക്കുണ്ട്. അങ്ങനെ സുറിയാനി സഭ അതിന്റെ ആദ്യകാലം മുതലേ AD 37 സ്ഥാപിക്കപ്പെടുന്നതോടുകൂടി ഒരുപാട് പീഡനങ്ങളിലൂടെയും ചരിത്ര സംഭവങ്ങളിലൂടെയും കടന്നുപോയ ഒരു സഭയാണ്. സംഭവ ബഹുലമായ ഒരു സഭാചരിത്രം നമുക്കുണ്ട്. നമ്മൾ സുറിയാനി സഭയുടെ ചരിത്രം പഠിക്കുമ്പോ നിങ്ങൾ സഭാചരിത്രത്തിൽ 1ാമത്തെ പാഠത്തിൽ പൊതുസുന്നോദോസുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ? അച്ഛൻ ആദ്യം അതിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചു പോകും, അല്ലേ?
ആദ്യത്തെ പൊതു സുന്നഹദോസ് എന്ന് പറയുന്നത് നിക്കായിൽ വെച്ച് കൂടപ്പെട്ട സുന്നഹദോസാണല്ലേ. ഏത് വർഷമാണ് അത് നടന്നത്? AD 325. ആരാണ് ആ സുന്നഹദോസ് വിളിച്ചു ചേർത്തത്? കുസ്തന്തീനോസ് ചക്രവർത്തിയാണല്ലേ. എത്ര പിതാക്കന്മാര് നിക്കാ സുന്നഹദോസിൽ പങ്കെടുത്തു? വെരി ഗുഡ്. എത്ര? 318 പിതാക്കന്മാര് നിക്കാ സുന്നഹദോസില് പങ്കെടുത്തു. വിശ്വാസ പ്രമാണം, നമ്മൾ ഇന്ന് ചൊല്ലുന്ന സഭയുടെ വിശ്വാസ പ്രമാണം ഈ നിക്കാ സുന്നഹദോസിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് അല്ലെ. അതിനെ നമ്മൾ നൈസിയൻ ക്രീഡ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. വിശ്വാസ പ്രമാണം അല്ലേ. എന്തായിരുന്നു ഈ നിക്കാ സുന്നഹദോസിന്റെ പ്രത്യേകത? അറിയോസിന്റെ വേദവിപരീതത്തെ തള്ളിക്കളഞ്ഞ സുന്നഹദോസ് ആയിരുന്നു നിക്കായിൽ വെച്ച് കൂടിയ സുന്നഹദോസ്. എന്തായിരുന്നു ഈ അറിയോസിന്റെ വേദവിപരീതം? എന്താ വേദവിപരീതം എന്ന് പറഞ്ഞ കൂട്ടുകാർക്ക് അറിയാമോ? ഇംഗ്ലീഷിൽ അതിന്റെ ഹെറസി എന്ന് പറയും അല്ലേ. വേദവിപരീതം. മലയാളത്തിൽ വേറൊരു വാക്കുണ്ട്, പാഷാണ്ഡോപദേശം. എന്താ ഇതിന്റെ അർത്ഥം? സത്യവിശ്വാസത്തിൽ കലർപ്പുണ്ടാക്കി അതിന് ഘടകവിരുദ്ധമായിട്ട് മറ്റ് ചില ഉപദേശങ്ങളെ പ്രചരിപ്പിക്കലും പഠിപ്പിക്കലുമാണ് ദുരുപദേശം എന്ന് പറയുന്ന ഹെറസി അല്ലേ. അറിയോസ് അങ്ങനെ ഒരു ദുരുപദേശം കൊണ്ടുവന്നു. വിശ്വാസ പൈതൃകത്തിന് എതിരായൊരു പാഷാണ്ഡോപദേശം കൊണ്ടുവന്നു. എന്തായിരുന്നു അറിയോസിന്റെ വേദവിപരീതം? യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറഞ്ഞു അദ്ദേഹം അല്ലേ. പിന്നെ യേശുക്രിസ്തു പിതാവിനേക്കാൾ ചെറുതാണ്. പിന്നെ എന്തു പറഞ്ഞു? യേശുക്രിസ്തു ഒരു സൃഷ്ടിയാണ്. ഈ 3 കാര്യങ്ങളാണ് അറിയോസിന്റെ വേദവിപരീതത്തിന്റെ അടിസ്ഥാനം. പക്ഷേ നിക്കാ സുന്നഹദോസ് അതിനെ തള്ളിക്കളഞ്ഞു, അതിനെ അംഗീകരിച്ചില്ല അല്ലെ. പിതാക്കന്മാർ സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് അറിയോസിന്റെ വേദവിപരീതത്തെ തള്ളിക്കളഞ്ഞു. ഈ നിക്കാ സുന്നഹദോസിൽ വെച്ചാണ് ഈസ്റ്റർ തീയതി, ഉയർപ്പ് പെരുന്നാള് നിശ്ചയിച്ചത് അല്ലേ. കൂട്ടുകാർക്കറിയാമോ? നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഈസ്റ്റർ അത് നിശ്ചയിക്കുന്നത് നിക്കാ സുന്നഹദോസിൽ വെച്ചാണ്. രണ്ടാമത്തെ പൊതു സുന്നഹദോസ് ഏതാണെന്നറിയാമോ? കുസ്തന്തീനോപോലിസിൽ വെച്ച് കൂടിയത് അല്ലേ. ഏത് വർഷമാണ് നടന്നത്? AD 381 ചേർന്ന കുസ്തന്തീനോപോലിസ് അല്ലേ. അതിൽ എത്ര സഭയുടെ പിതാക്കന്മാർ പങ്കെടുത്തു? 180 പിതാക്കന്മാർ അതിൽ പങ്കെടുത്തു അല്ലേ. ഈ സുന്നഹദോസ് വിളിച്ചുകൂട്ടിയ ചക്രവർത്തി അതായിരുന്നു തേവോദോസിയോസ് എന്ന് പറയുന്ന ചക്രവർത്തി അല്ലേ. അപ്പൊ നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തായിരുന്നു കുസ്തന്തീനോപോലിസിലെ മുഖ്യ ചർച്ചാ വിഷയം? മക്കദോനിയോസിന്റെ ഉപദേശം. വെരി ഗുഡ്. മക്കദോനിയോസിന്റെ ഉപദേശം എന്തായിരുന്നു? അതൊരു തെറ്റായ ഉപദേശമായിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ നിഷേധിച്ച മക്കദോനിയോസിന്റെ ഉപദേശത്തെ ഈ സുന്നഹദോസ് തള്ളിക്കളഞ്ഞു അല്ലേ. അവിടെ സത്യവിശ്വാസം സംരക്ഷിക്കപ്പെട്ടു. മറ്റ് മൂന്നാമത്തെ സുന്നഹദോസ് AD 435 എവിടെ വെച്ചുകൂടി? എഫേസോസിൽ വെച്ചുകൂടി അല്ലേ. ഏത് ചക്രവർത്തിയാണത് വിളിച്ചുകൂട്ടിയത്? തേവോദോസിയോസ് ചക്രവർത്തിയാണത് വിളിച്ചുകൂട്ടിയത് അല്ലേ. എന്തായിരുന്നു എഫേസോസ് സുന്നഹദോസിന്റെ മുഖ്യ ചർച്ചാ വിഷയം? നെസ്തോറിന്റെ വാദം അല്ലേ. എന്തായിരുന്നു നെസ്തോറിന്റെ വാദം? നെസ്തോറും ഇതുപോലെ ഒരു ദുരുപദേശം പ്രചരിപ്പിച്ചു. അവിടെ എന്താ? യേശുക്രിസ്തുവിൽ 2 സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു, 2 ആളത്വം ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം അല്ലേ. കന്യക മറിയാം ദൈവമാതാവ് എന്ന് വിളിക്കപ്പെടരുത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഈ 2 കാര്യങ്ങളെയുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ എഫേസോസിലെ സുന്നഹദോസിൽ ചർച്ചാ വിഷയമായിട്ട് കാണുക അല്ലേ. യേശുക്രിസ്തുവിൽ 2 സ്വഭാവവും, 2 സ്വഭാവം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? മനുഷ്യ സ്വഭാവവും ഹ്യൂമൻ നേച്ചറും ഡിവൈൻ നേച്ചറും, ദൈവിക സ്വഭാവം. ഈ 2 സ്വഭാവം ഉണ്ടെന്നും 2 ആളത്വം ഉണ്ടെന്നും നെസ്തോർ വാദിച്ചു. കന്യക മറിയാമിന് ദൈവമാതാവെന്ന് ഒരിക്കലും വിളിക്കരുതെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ എന്ത് സംഭവിച്ചു? സുന്നഹദോസ് ആ പാഷാണ്ഡ ഉപദേശത്തെ തള്ളിക്കളഞ്ഞു അല്ലേ. 4ാമത് കൂടിയ സുന്നഹദോസാണ് AD 449 തെയോഡോഷ്യസ് ചക്രവർത്തി വിളിച്ചു ചേർത്ത 2ാമത്തെ എഫേസോസിലെ സുന്നഹദോസ്. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? എന്തായിരുന്നു ആ സുന്നഹദോസിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം?
യൗത്തിക്കോസിന്റെ ഇരുസ്വഭാവവാദത്തെ ചർച്ചാ വിഷയമായിട്ടെടുത്തു. അല്ലെ, യേശുക്രിസ്തുവിലുള്ള മനുഷ്യ സ്വഭാവം ദൈവ സ്വഭാവത്തിൽ ലയിച്ചിട്ട് അത് ഒരു സ്വഭാവമായിട്ട് തീർന്നു എന്നാണ് യൗത്തിക്കോസ് പ്രചരിപ്പിച്ചതും പഠിപ്പിച്ചതും. ഈ സുന്നതോസ് അതിനെ തള്ളുകയാണ്. അല്ലെ, അഞ്ചാമത് നമ്മൾ കാണുന്ന മറ്റൊരു പൊതു സുന്നതോസാണ് AD 451 ചേർന്ന കൽക്കിദോൻ സുന്നതോസ്. കാൽസിഡൻ സിനഡ് എന്ന് പറയുന്നത് അല്ലേ, കൽക്കിദോൻ സുന്നതോസ്. എന്തായിരുന്നു കൽക്കിദോൻ സുന്നതോസിന്റെ മുഖ്യ ചർച്ചാ വിഷയം? യൗത്തിക്കോസിന്റെ വേദവിരുദ്ധം തന്നെയായിരുന്നു അല്ലേ. എന്നാൽ ഈ സുന്നതോസിൽ വെച്ച് യൗത്തിക്കോസിന്റെ വേദവിപരീതത്തെ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ സഭയിൽ സത്യവിശ്വാസികൾക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി. അവിടെ ഒരു പിളർപ്പുണ്ടായി. അങ്ങനെ ഈ സഭ രണ്ടായിട്ട് പിളർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കൽക്കിദോൻ സുന്നതോസ് സുറിയാനി സഭയുടെ ചരിത്രത്തിലെ ഒരു നാഴിക കല്ലാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോൺ ആണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ പാരമ്പര്യത്തിൽ. കാരണം യൗത്തിക്കോസിന്റെ വേദോപരീതത്തെ നമ്മള് പാടെ തള്ളിക്കളഞ്ഞു. അതിലൂടെ ഈ ക്രൈസ്തവ സഭ രണ്ടായിട്ട് വേർതിരിഞ്ഞു. കൽക്കിദോൻ സുന്നതോസിലൂടെ സഭയുടെ ഒരു ഭാഗം യൗത്തിക്കോസിന്റെ വാദത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോയി. അവരേത് സഭകളാണെന്നറിയാമോ? ഒന്ന് റോമ സഭയുണ്ടായിരുന്നു, കുസ്തന്തീനോസ് സഭയുണ്ടായിരുന്നു, ഗ്രീക്ക് സഭയുണ്ടായിരുന്നു. ഈ മൂന്ന് സഭകളും യൗത്തിക്കോസിന്റെ വാദത്തെ അംഗീകരിച്ചു. അവരെ കൽക്കിദോന്യർ എന്ന് നമ്മൾ വിളിക്കും. ഇനി യൗത്തിക്കോസിന്റെ വേദവിപരീതത്തെ ശക്തമായി എതിർത്തവര്, പ്രതിരോധിച്ചവര്, അതിനെ തള്ളിക്കളഞ്ഞവര്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ ശപിച്ച് തള്ളി. കാരണം സത്യവിശ്വാസത്തിന് ചേർന്നതല്ല യൗത്തിക്കോസിന്റെ വാദം അല്ലേ. അങ്ങനെ രണ്ട് സഭകളാണ് പ്രധാനമായിട്ട് മുന്നോട്ട് വന്നത്. യൗത്തിക്കോസിന്റെ വേദവിപരീതത്തെ അംഗീകരിക്കാതിരുന്ന രണ്ട് സഭകൾ. ഒന്ന് അന്ത്യോക്യ സഭ, നമ്മൾ ഉൾപ്പെടുന്ന അന്ത്യോക്യൻ സഭ, സുറിയാനി സഭ. രണ്ട് അലക്സാന്ദ്രിയൻ സഭ. അങ്ങനെ അന്ത്യോക്യ സഭയും അലക്സാന്ദ്രിയ സഭയും യൗത്തിക്കോസിന്റെ വേദവിരുദ്ധത്തെ അംഗീകരിക്കാതെ അതിൽ നിന്ന് മാറി. അതുകൊണ്ട് അവരെ സത്യവിശ്വാസികൾ എന്നറിയപ്പെടുന്നു. അന്ത്യോക്യ സഭയും അലക്സാന്ദ്രിയ സഭയും ഉൾപ്പെടുന്ന സത്യവിശ്വാസികൾ ഇതാ വിശ്വാസ ജീവിതത്തിൽ വേറൊരു കൈവഴിയായിട്ട് ഒഴുകാൻ തുടങ്ങി. അങ്ങനെ കൽക്കദോന്യര് ഒരു ഭാഗത്തും സത്യവിശ്വാസികൾ വേറൊരു ഭാഗത്തുമായി ചരിത്രം വളർന്നു വരികയാണ്. അപ്പൊ നമ്മൾ സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു അല്ലേ. ഇനി സുറിയാനി സഭയും നമ്മളുടെ മലങ്കരയിലെ യാക്കോബായ സുറിയാനി സഭയും തമ്മിൽ ബന്ധമുണ്ടോ? കൂട്ടുകാരൻ കേട്ടിട്ടുണ്ടോ? വെരി ഗുഡ്, ബന്ധമുണ്ട്. ആകമാന സുറിയാനി സഭയുടെ ഒരു ഭാഗമാണ് മലങ്കരയിലെ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ അല്ലേ. അപ്പൊ നമ്മുടെ സഭയുടെ പരമ മേലധ്യക്ഷൻ എന്ന് പറയുന്നത്, ആകമാന സുറിയാനി സഭയുടെ പരമ മേലധ്യക്ഷൻ പരിശുദ്ധ അന്ത്യോക്യ പാത്രിർഗീസ് മോറാൻമോർ ഇഗ്നാത്തിയോസ് അഫ്രൈം ദിദിയൻ പാത്രിർഗീസ് ബാവയാണ്. എന്നാൽ മലങ്കരയിലുള്ള നമ്മുടെ പ്രാദേശിക തലവൻ ഡോക്ടർ ആബൂന്മാർ ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ, ശ്രേഷ്ഠ കാതോലിക്ക ബാവയാണ്. കൽക്കിദോനിയൻ സുന്നതോസിന് ശേഷം അച്ഛൻ പറഞ്ഞു സത്യവിശ്വാസികൾ ഒരു വഴിക്ക് പോകുന്നു, മറ്റുള്ളവര് കൽക്കിദോന്യർ മറുഭാഗത്തേക്ക് മാറിപ്പോയി ഇല്ലേ. അങ്ങനെ രണ്ട് കൈവഴികളിലൂടെ സഭ മുന്നോട്ട് പോവുകയാണ്. സത്യവിശ്വാസികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൽക്കിദോന്യരിൽ നിന്ന് അനേകം പീഡകളുണ്ടായി, പീഡനങ്ങളുടെ വലിയ കാലം ഉണ്ടായി. അന്നത്തെ റോമ ചക്രവർത്തിയായിരുന്ന അധികാരവും സ്വാധീനവും ഉണ്ടായിരുന്ന പ്രമുഖരുടെ സഹായത്തോടുകൂടെ കൽക്കിദോന്യർ സത്യവിശ്വാസികളെ മുഴുവൻ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. സുറിയാനി സഭയുടെ മേൽപ്പട്ടക്കാരെയും പാത്രീകീസുമാരെയും തടവിലാക്കി കാരാഗൃഹത്തിൽ അടച്ചു. അവരോട് പറഞ്ഞു, ഇനി മേൽപ്പെട്ട സ്ഥാനം കൊടുക്കരുതാർക്കും, മഹാപുരോഹിതന്മാരെ വാഴിക്കാനായിട്ട് പാടില്ല. അതായത് സഭ ഇനി തുടർന്ന് വളർന്നു പോകാൻ പാടില്ല. അങ്ങനെ ഒരു രാജകൽപ്പനയും ഉണ്ടായി.
ഈ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സുറിയാനി സഭയ്ക്ക് ധീരമായി നേതൃത്വം നൽകിയ അനേകം പിതാക്കന്മാരുണ്ട്. ഇന്നും സഭയെ നയിക്കുന്ന അനേകം പിതാക്കന്മാരുണ്ട് അല്ലേ? അന്ന് നമ്മുടെ സഭയെ നയിച്ച ഈ കൽക്കതോനിയൻ പീഡകളുടെ കാലത്ത് ആഗമാന സുറിയാനി സഭയെ ധീരമായി നയിച്ച 2 പിതാക്കന്മാരെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. ഒന്ന് യാക്കോബ് ബ്രുദോനോ, 2 മോർ സേവേറിയോസ്. യാക്കോബ് ബ്രുദോനെ കുറിച്ച് നമുക്ക് കേൾക്കാം, അതുപോലെ തന്നെ മോർ സേവേറിയോസിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കാം. നിങ്ങൾ ഈ ഓഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പുരാതന ടർക്കിയിലെ തെല്ല എന്ന ദേശത്ത് തെയോഫിലോസ് കശീശായുടെ മകനായി യാക്കോബ് ബ്രുദോന് ജനിച്ചു. വിശുദ്ധ സഭയുടെ വിശ്വാസം, ചരിത്രം എന്നിവയിൽ അഗാധ പാണ്ഡിത്യം നേടിയ അദ്ദേഹം പ്രാർത്ഥനയിലും ധ്യാനത്തിലും വേദപഠനത്തിലും മുഴുകി ജീവിച്ചു. അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിത്തുന്നിയ തുകൽ പോലെ തോന്നിച്ചിരുന്നതിനാൽ തുകൽദാരി എന്നർത്ഥമുള്ള ബുർദോനോ എന്ന വാക്കിൽ അദ്ദേഹം അറിയപ്പെട്ടു. 1,20,000 പട്ടക്കാരെയും 89 മേൽപ്പട്ടക്കാരെയും അദ്ദേഹം പട്ടം നൽകി നിയമിച്ചു. അന്ത്യോക്യയ്ക്കും അലക്സാന്ദ്രിയയ്ക്കും പാത്രീസ്മാരെ അദ്ദേഹം നിയമിച്ചു. അദ്ദേഹം AD 578 കാലം ചെയ്തു. ഈ വിശുദ്ധന്റെ പെരുന്നാൾ നവംബർ മാസം 28-ാം തീയതി വിശുദ്ധ സഭ ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേരിനോട് ചേർന്നാണ് യാക്കോബായക്കാർ എന്ന പേര് നമുക്കുണ്ടായത്. മോർ സേവേറിയോസ് AD 460 ടർക്കിയിലെ സൊസോപോലീസ് എന്ന പട്ടണത്തിൽ ജനിച്ചു. പണ്ഡിതനും നിയമവിദഗ്ധനുമായിരുന്ന പരിശുദ്ധ പിതാവ് AD 512 അന്ത്യോക്യ പാത്രീസായി സ്ഥാനമേറ്റു. കൽക്കിദോന്യരുടെ ഒത്താശയോടെ ചക്രവർത്തി ഈ പിതാവിന് പിന്നീട് നാടുകടത്തി. മഹോന്നതന്റെ മറിയിരിക്കുന്നതിനായ കർത്താവ് എന്ന പ്രാർത്ഥന ഇദ്ദേഹം രചിച്ചതാണ്. നിന്മാതാ വിശുദ്ധന്മാർ എന്ന ഗീതവും ഇദ്ദേഹം രചിച്ചു. സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിസ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായി ഞങ്ങളുടെ പാത്രികീസ് അല്ലേ? എന്ത് അർത്ഥമുള്ള ശക്തമായ വാക്കുകളല്ലേ? അത്രയ്ക്ക് ശക്തമാണ് നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും ഒക്കെ അല്ലേ? ഇത്രയും സമയം നമുക്ക് ദൈവസന്നിധി ഇരുന്ന് സഭയുടെ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ദൈവം ഭാഗ്യം നൽകി. എല്ലാവർക്കും സന്തോഷമല്ലേ? അല്ലേ? ക്ഷീണം വന്നു തുടങ്ങിയോ? വെരി ഗുഡ്. അങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കണം അല്ലേ? സ്ട്രോങ് അല്ലേ? ഷാർപ്പ് അല്ലേ? എല്ലാം നമുക്ക് എപ്പോഴും ആയിരിക്കണം. ഷാർപ്പായിട്ടിരിക്കണം, സ്ട്രോങ് ആയിട്ടിരിക്കണം. അതിന്റെ ശക്തിയോടുകൂടെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ദൈവമായി സമർപ്പിക്കാം. കരുണയോടെ ഞങ്ങൾ അളവറ്റ് സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പഠിച്ച പാഠഭാഗത്തെയും പരിശുദ്ധ സഭയുടെ ചരിത്രത്തെയും തിരുവുമായി സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രവർത്തിച്ച വിധങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തുടർന്നും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭാ ജീവിതത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ വിശ്വാസ പാരമ്പര്യങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന് ധീരമായി നിലനിൽക്കുവാൻ തക്കവണ്ണം സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിൽ അടിയങ്ങളെ അവിടെ നയിക്കണം. ആയത് പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.